എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണുന്നേ ആദർശ് നയനെ വീണ്ടും ഒന്നിക്കുവാണ്. അതിന്റെ കുറച്ച് നല്ല വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നയന ആ സത്യങ്ങൾ തിരിച്ചറിയുവാണ്. നന്ദുവും അനിയും തമ്മിൽ പ്രണയത്തിലാന്ന് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ തകർന്നു പോവാണ് നയന. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു ആദർശൻ നയന അനന്തപുരിയിലേക്ക് വന്നാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ എങ്കിൽ ആദർശിന്റെ ഈഗോ സമ്മതിക്കുന്നില്ല നയനയെ തിരികെ വീട്ടിലേക്ക് വിളിക്കാനായിട്ട്. താൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര തലക്കരം കൂടത്തുള്ളൂ. അവളുടെ അഹങ്കാരമല്ലേ, അവൾ അവിടെ കുറച്ച് ദിവസം നിൽക്കട്ടെ എന്നൊക്കെ ആയിരുന്നു ഒരു തീരുമാനം. പക്ഷേ എങ്കിൽ ആദർശിന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അവന് രാവിലെ ഓഫീസിലേക്ക് പോകാനോ ടിഫിൻ കെട്ടി കൊടുക്കാനോ അങ്ങനെ ഒരു സമയത്തിന് ഫുഡ് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിൽ ആദർശിന് ഭയങ്കര മനപ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ ഏക ആശ്വാസം മുത്തശ്ശനും മുത്തശ്ശി അവളുടെ വീടിന്റെ അടുത്ത് കല്യാണം വിളിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അവളെ കൂട്ടിക്കൊണ്ട് വരുന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നയനയുടെ വീടിന്റെ ഒക്കെ അടുത്ത് കല്യാണം വിളിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ അവര് നയനയുടെ വീട്ടിലേക്കും ചെല്ലുവാണ്. മുത്തശ്ശനെ കാണുമ്പോൾ നയനമോൾക്ക് ഭയങ്കര സന്തോഷമായി. നയന ഓടി ചെല്ലുവാണ്, മുത്തശ്ശാന്നും വിളിച്ചുകൊണ്ട് വരുവാണ്. പിന്നീട് മുത്തശ്ശനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. മുത്തശ്ശി ചോദിച്ചു, മോൾക്ക് സുഖമാണ് എവിടെ നിന്ന് ചോദിക്കുകയാണ്. എനിക്ക് സുഖം മുത്തശ്ശി എന്ന് പറയണം. അതില്ലേലും എനിക്കറിയാം മോളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മോൾക്ക് പിന്നെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അവിടുത്തെ പോലെ ഒന്നും അല്ലല്ലോ, ഇവിടെ അത്ര പണികളൊന്നും ഇല്ലല്ലോ, മോൾക്ക് സുഖമല്ല എന്ന് ചോദിക്കുകയാണ്. അതെ മുത്തശ്ശി, പക്ഷെ എന്നാലും എനിക്ക് അവിടെ വന്നാലും സമാധാനം ഉള്ളെന്ന് പറയണം. അതിന് നമ്മൾ അങ്ങനെ പറഞ്ഞ് അല്ല മുത്തശ്ശന്റെ കാര്യങ്ങളൊക്കെയാണ് തന്നെ അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ. മുത്തശ്ശനടുത്ത് ഒരു കുഴപ്പമില്ല, മുത്തശ്ശന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് പറയാം. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു, അതെ മോളെ ഇപ്പോട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലുന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് അവിടെ എല്ലാവരും ഇരിക്കുന്നേ. അല്ല ഞാൻ വരണോ മുത്തശ്ശാന്ന് ചോദിക്കണം. വേണ്ട മോളെ, മോളിപ്പോ വരണ്ട, തൽക്കാലത്തേന് കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കുക. അവൻ വന്ന് വിളിക്കുമോ നോക്കട്ടെ. അവൻ വന്ന് വിളിച്ചിട്ട് മോള് വന്നാ മതി. അല്ലെങ്കിലും അവനല്ലേ വന്ന് വിളിക്കേണ്ട ആള്, ഞങ്ങളല്ലോ മോളെ കൂട്ടിക്കൊണ്ട് പോകേണ്ടത്. അവൻ ഇതുവരെയായിട്ട് നിന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഇനിയിപ്പൊ നീ അത് മറച്ചു വെക്കാൻ ശ്രമിച്ചാലും എനിക്കറിയാവുന്ന കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാന്ന് മോള് കരുതിയാൽ മതി. ഈ സമയത്താണ് ഗോവിന്ദൻ അങ്ങോട്ട് വരുന്നത്. ഗോവിന്ദന് ഭയങ്കര സന്തോഷം അവർ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞപ്പോ. പിന്നീട് പറഞ്ഞു, ഞങ്ങളിവിടെ അടുത്ത് വന്ന ആ സമയത്ത് നയനമോളെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് ഓർത്ത് കയറിയതാന്ന് പറയണം. പറഞ്ഞു, കല്യാണത്തിന് കാര്യമൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേന്ന് പറയണം. ഗോവിന്ദൻ പറഞ്ഞു, അറിയാം. അതെ കുറച്ച് ദിവസം മുമ്പ് തന്നെ അങ്ങോട്ട് എത്തിയേക്കണോ കേട്ടോ എന്ന് പറയാണ്. ഗോവിന്ദൻ വല്ലാത്തൊരു വിഷമമുണ്ടായി. പാവം ഇവർക്കൊന്നും സത്യങ്ങളൊന്നും അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ നന്ദു അനിയും തമ്മിൽ പ്രണയത്തിലാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ സന്തോഷമൊന്നും ഇവരുടെ മുഖത്ത് ഉണ്ടാകത്തില്ല. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. ഈ സമയം നന്ദുവും കൂടെ അങ്ങോട്ട് വന്നു. നന്ദുവിനോട് മുത്തശ്ശി പറഞ്ഞു, അല്ല മോൾക്ക് അങ്ങോട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് വരാൻ മേലായിരുന്നോ, മോളെ അങ്ങോട്ട് കാണുന്ന പോലും ഇല്ലോ. ഈ സമയം ഗോവിന്ദൻ പറഞ്ഞു, ഞാൻ തന്നെയല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവള് വരാത്തേന്ന് പറയാണ്. നായന് പറഞ്ഞു, ശരിയാ അവൾക്ക് പഠിക്കാനൊക്കെ ഉണ്ട് മുത്തശ്ശി, അവൾക്ക് എത്രയും പെട്ടെന്ന് ജോലി വേണമെന്നാ പറയണേ. അല്ല മോൾക്ക് കല്യാണം ഒന്നും ആലോചിക്കുന്നില്ലേന്ന് ചോദിക്കുക. ഗോവിന്ദൻ പറഞ്ഞു, അവൾക്ക് പഠിച്ച് ജോലി കിട്ടിയിട്ട് മതിയെന്ന് അവള് പറയണേ, അതുകൊണ്ട് പിന്നെ ഇപ്പൊ ആലോചിക്കുന്നില്ല എന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു, ശരിയാ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഒരു ജോലിയൊക്കെ വേണം, അല്ലാതെ മുന്നോട്ടുള്ള ജീവിതം വളരെ ദുസ്സഹമായിരിക്കും എന്ന് പറയാണ്. ഈ സമയം നന്ദു വല്ലാത്ത ടെൻഷനിലാണ് നിൽക്കുന്നത്. നന്ദുവിന് എന്ത് ചെയ്യണത്തില്ല, അവരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല. ഒരു പക്ഷെ താനും അനിയും തമ്മിലുള്ള ബന്ധം എങ്ങനെ ഇവര് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിക്ക് തന്നോട് പഴയ ആ സ്നേഹമൊന്നും കാണത്തില്ലെന്ന് നന്ദുവിന് നന്നായിട്ട് അറിയാം. പിന്നീട് ചായ കുടിച്ചിട്ട് മുത്തശ്ശനും മുത്തശ്ശി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു, എത്ര ദിവസമായി മോളുടെ കൈ കൊണ്ട് ഉണ്ടാക്കി ഒരു ചായ കുടിച്ചിട്ട്, ഇതിന്റെ ഒരു രുചി വേറെ തന്നെയാണ്, ഞാൻ എപ്പോഴും അത് പറയും. അല്ല മുത്തശ്ശ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഈ സമയം മുത്തശ്ശി പറഞ്ഞു, ജലജൻ ദേവയാനി അവിടെ കിടന്ന് പെടാപ്പാട് വിടുക. ഇപ്പോഴാണ് അവർ ശരിക്കും മോളുടെ വില മനസ്സിലാക്കുന്നത്. എന്നാൽ ഞാനങ്ങോട്ട് വരാന്ന് പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല, അവര് മനസ്സിലാക്കട്ടെ. മോൾ ഇത്രയും കാലം അവിടെ ഒറ്റയ്ക്ക് കിടന്നിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്താന്ന് അവരൊന്നും മനസ്സിലാക്കണ്ടേ. അവരുടെ അഹങ്കാരത്തിന് ഇച്ചിരി കുറവ് വരട്ടെ. ഇനിയെങ്കിലും ദേവേനി മോളെ മരുമകളായിട്ട് അംഗീകരിക്കാൻ തയ്യാറാവണം. മോളെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നാൽ മതി, ഒരു ധൃതിയില്ല, അവർ ഇച്ചിരിയോടെ പഠിക്കാനുണ്ടെന്ന് പറയാണ്. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞാൽ ശരി ഞങ്ങൾ പോയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോവാണ്. എനിക്ക് വല്ലാത്തൊരു സങ്കടം വന്നു. അവര് വന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും കാര്യങ്ങളൊക്കെ നോക്കാണ്ട് താനവിടെ വേണം. എല്ലാ കാര്യങ്ങളും നയനെയാണല്ലോ ഒരു നോക്കിക്കൊണ്ടിരുന്നത്. ഈ സമയം ആദർശിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മുത്തശ്ശി വന്നു കഴിയുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നയനെ കൂട്ടിക്കൊണ്ട് ചെല്ലുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അവർ തന്നെ വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആദർശിന്റെ ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. അവര് വന്നു കയറിയാണ് ആദർശി ചോദിച്ചു, അല്ല നയന വന്നില്ലേ എന്ന് ചോദിക്കണം. നയനമോള് വന്നില്ല. അല്ല മുത്തശ്ശൻ അവളെ വിളിച്ചില്ലേ? ഞാനെന്തിനാ വിളിക്കുന്നത്? നിന്റെ ഭാര്യയല്ലേ, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അവളെ വിളിച്ചോണ്ട് വന്നാൽ പോരെന്ന് ചോദിക്കാം. അല്ലെ പിന്നെ അതെ കൂടുതൽ കിടന്ന് ഉരുണ്ട് കളിക്കണ്ട, നിനക്ക് വേണമെങ്കിൽ അവളെ വിളിച്ചോണ്ട് വരെ. ഇപ്പൊ ഞങ്ങൾക്ക് അവളെ വിളിച്ചോണ്ട് വരേണ്ട ആവശ്യമില്ല, അവള് നല്ല സന്തോഷത്തിലാന്ന് മനസ്സിലായി, അതുകൊണ്ട് അവൾ അവിടെ നിൽക്കണേന്ന് പറയണം. പിന്നീട് ആദർശം ഒന്നും പറയാനില്ലായിരുന്നു. ആദർശം അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ദേവേനെ അങ്ങോട്ട് വന്നു. എന്താടാ മുത്തശ്ശൻ എന്താ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്.
ഒന്നും പറഞ്ഞില്ല. അതെന്താ അവള് വരാത്തെ? മുത്തശ്ശൻ വിളിച്ചില്ല അതുകൊണ്ടാന്ന്. ഓ, അപ്പൊ എല്ലാരും കൂടെ ഒത്തോണ്ടല്ലേ? അവളവിടെ സൂഹിക്കാൻ പോയതായിരിക്കും. പോയി സൂഹിച്ചിട്ട് വരട്ടെ. ഒരു കാര്യം ഉറപ്പാ, ഞാൻ എന്തായാലും അവളെ വിളിക്കാൻ പോകുന്നില്ലെന്ന് പറയാ. നിനക്ക് വേണേ നീ പോയി വിളിച്ചോണ്ട് വന്നേരെ. ഞാൻ വിളിക്കാൻ പോകുന്നില്ലെന്ന് പറയാ. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ആദർശിനോട് വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് ദേവയാനി അങ്ങോട്ട് അടുക്കളയിലേക്ക് പോവാണ്. അപ്പൊ ജലജ അവിടെ ഉണ്ടായിരുന്നു. ജലജ പറഞ്ഞ എന്തായി അടുത്ത കാര്യങ്ങളൊക്കെ? എന്താവാനായിട്ട്? അവള് വന്നില്ലെന്ന് പറയാണ്. എന്റെ ദൈവമേ, ഈ അടുക്കള കിടന്ന് പണിയെടുത്ത് മടുക്കും തോന്നുന്നു മനുഷ്യൻ. എന്നെ കൊണ്ട് വയ്യാട്ടോ. ഇനിയിപ്പൊ മീനാക്ഷി വന്നില്ലെങ്കിൽ ഞാൻ നാളെ തൊട്ടേ അടുക്കളയിലേക്ക് കയറത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പൊ തന്നെ എന്നെ പണിയെടുത്ത് നടുവൊടിഞ്ഞെന്ന് പറയാം. പിന്നെ ഞാനിവിടെ സുഖിച്ചിരിക്കുവല്ലേ. ആ കനകയുണ്ടല്ലോ, അവളാണെങ്കിൽ ഇപ്പൊ അടുക്കളയിലേക്ക് വരുന്ന പോലും ഇല്ലെന്ന് പറയാം. അതെങ്ങനെയാ കനക വരുന്നേ? മുത്തശ്ശൻ പറഞ്ഞെന്താ? കനകയോട് അടുക്കളയിലേക്ക് കയറണ്ടെന്നല്ലേ പറഞ്ഞേ. പിന്നെ എങ്ങനെയാ അവൾ അടുക്കള വന്ന് ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുക. ഏത് സമയത്താണോ എന്തോ. എന്റെ ദൈവമേ, ഇതെല്ലാം കാരണക്കാരി ഏട്ടത്തേനെയാ. ഏട്ടത്തിക്ക് ആ മീനാക്ഷിനെ പറഞ്ഞുകൊണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അതിപ്പോ ഞാൻ ഇങ്ങനെയൊക്കെ വരുമെന്ന് വിചാരിച്ചാണോ ജലജ പറഞ്ഞു വിട്ടേ? തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ പ്രതികരിക്കുമെന്ന് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ? അതുകൊണ്ട് പറഞ്ഞു വിട്ടതല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയില. എനിക്കാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. അതിന്റെ ഇടയ്ക്കോ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീട്ടിൽ എന്തുമാത്രം പണിയാ. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന നയനെ ഇവിടെ കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരുന്നേ. അങ്ങനെ ദേവേനി നയനയുടെ വില മനസ്സിലാക്കുമായിരുന്നു. ഈ സമയത്ത് ആദർശിന് ഒരു കാര്യം മനസ്സിലായി. ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് നയനയെ പോയി കൂട്ടിക്കൊണ്ട് വരണം. പിന്നീട് ദേവാനിയുടെ ചോദ്യത്തിന് പറച്ചിലൊന്നും ആദർശം എന്നില്ല. നയനെ കൂട്ടാനായിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ വീട്ടിൽ ചെന്ന് ഇപ്പൊ ആദർശം കണ്ടപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ എന്താ ആദർശിട്ടാ വന്നേന്ന് ചോദിക്കണേ. ചുമ്മാ വന്ന ഇതേ വഴി പോയപ്പോ ഞാനിവിടെ ഒന്ന് കയറിയെന്നുള്ളെന്ന് പറയാണ്. അല്ല ആദർശാണ് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല കുറെ ദിവസമായാലേ നീ ഇവിടെ നിന്നിട്ട്, നീ വരുന്നുണ്ടോന്ന് ചോദിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ അതോ നിവൃത്തിയുള്ളൂ, വേറെ നിവൃത്തിയില്ല. അല്ല ആദർശാണ്ട് ഞാൻ വരണമെന്നുണ്ടെങ്കിൽ വരാം. പക്ഷെ പണ്ടത്തെ പോലെ ഒരു വേലക്കാരിയായിട്ട് എന്നെ കാണാനാണെങ്കിൽ ഞാൻ വരത്തില്ല. ഞാൻ ആദർശാണ്ട് ഫോണിൽ കൂടെ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ. അത് ആദർശാണ്ട് മറന്നുപോയെന്ന് ചോദിക്കുക. പെട്ടെന്ന് ആദർശം പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല. നീ അങ്ങോട്ട് വന്നില്ലേ മുത്തശ്ശന്റെ കാര്യം തന്നെ ആകപ്പാടെ അവതാളത്തിൽ. ഇപ്പൊ തന്നെ ആണെങ്കിലും മുത്തശ്ശനാണെങ്കിൽ കൃത്യസമയത്ത് ഫുഡ് പോലും കിട്ടുന്നില്ല. നീ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ മുത്തശ്ശന് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. നിനക്കതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ നയനെന്ന് ചോദിക്കുകയാണ്. അവസാനം നയന ആദർശന്റെ കൂടെ പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. പിന്നീട് ഗോവിന്ദൻ വന്നിട്ട് പറഞ്ഞു, മോളെടുത്ത തീരുമാനം നല്ലതാണ്. എത്ര ദിവസം എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്ന ഇങ്ങനെ. ഇപ്പൊ ആദർശ് മോൻ വിളിക്കാൻ വന്നില്ലേ, അപ്പൊ മോൾ ആ കൂടെ പോകുന്നതിന് നല്ലതെന്ന് പറയാം. പക്ഷെ നന്ദുവിന്റെ ഉള്ളിൽ എന്താന്നുള്ള കാര്യം കണ്ടുപിടിക്കാണ്ട് നയനയ്ക്ക് സാധിച്ചില്ല. പിന്നീട് നയനയും കൂട്ടിക്കൊണ്ട് ആദർശ് വീട്ടിലേക്ക് വരുവാണ്. ഇതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ദേവേനി. അങ്ങനെ നയനയും കൂട്ടിക്കൊണ്ട് വന്നു കഴിയുമ്പോഴത്തേനും ആദർശിനോട് ദേവേനി നീയാണ് ഇവിടെ പോയി കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കണം. അതേമേ ഞാനാ കൂട്ടിക്കൊണ്ട്. നീ ആരോട് ചോദിച്ചിട്ടാന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞല്ലേ നിന്നോട് ഇവിടെ കൂട്ടിക്കൊണ്ട് വരണ്ടെന്ന്. അമ്മേ ഒക്കെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടു. പിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റുമല്ലോ, ഇവിടെ എന്റെ ഭാര്യയല്ലേ എന്ന് ചോദിക്കുക. എത്ര കാലം ഇവിടെ എനിക്ക് അവിടെ നിർത്താൻ പറ്റുമെന്ന് ചോദിക്കുക. ദേവേനി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ആദർശ് അങ്ങനെ മുഖത്തടിച്ച് പറയുമെന്ന്. ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്ന കനയ്ക്ക് സന്തോഷമായി. കനക ഓടി വന്ന് മോളെ കെട്ടി പിടിക്കുന്നുണ്ട്. കാരണം നയന ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കനയ്ക്ക് നല്ലൊരു ശ്വാസം വേണം. ഇനിയിപ്പോൾ അവളെ വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശ് മോൻ എങ്ങാനും കൂട്ടിക്കൊണ്ട് വരാതിരിക്കുമോ, അവര് തമ്മിലുള്ള ബന്ധം തന്നെ ഇല്ലാതാകുന്ന ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കനയ്ക്ക്. പിന്നീട് നമ്മൾ കാണുന്ന ആദർശിന് മറ്റൊരു മുഖമാണ്. കാരണം ആദർശിന് മനസ്സിലായി ഇത്രയും കാലം ഇവള് തന്നെ എത്രമാത്രം കെയറിങ് കൂടെ നോക്കിക്കൊണ്ടിരുന്നതെന്ന്. പിന്നീട് വീട്ടിലേക്ക് നയന വന്നതിന് ശേഷം നയനയ്ക്ക് ഇഷ്ടപ്പെട്ട മുല്ലപ്പൂ ഒക്കെ ആദർശം മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ മുല്ലപ്പൂ ഒക്കെ മേടിച്ചുകൊണ്ട് നയനയ്ക്ക് തലയിൽ ചൂടി കൊടുക്കുന്നൊക്കെ ഉണ്ട്. നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആദർശം മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നയനോട് ഇത്ര സ്നേഹമൊന്നും കാണിച്ചിരുന്നില്ല. പിന്നീട് നയനോട് വല്ലാത്ത സ്നേഹമൊക്കെയാണ് കാണിക്കുന്നത്. ഈ സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ദേവേനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. ദേവേനിക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു. ദേവേനിക്ക് മനസ്സിലായി താൻ എത്രമാത്രം അവരെ പിരിക്കാൻ നോക്കിയാലും ഇനി അവർ ഒരിക്കലും പിരിയാൻ പോകുന്നില്ല. ആദർശം നയനയും ഓരോ ദിവസം ചെല്ലുന്തോറും അടുക്കുക എന്നുള്ള സത്യം മനസ്സിലാക്കി സമനില തെറ്റുപോലെ ദേവേനി നടക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന മറ്റൊരു വിശേഷം, നന്ദുവിന് എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ്. അനിയുടെ കല്യാണത്തിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമയം അതേ സിറ്റുവേഷൻ തന്നെയായിരുന്നു അനിയും കടന്നു പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് നന്ദുവിനെ കാണണം, സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്. അവസാനം അനി നന്ദുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, നീ വരണമെന്ന് പറയാം. ഈ സമയം നന്ദു പറഞ്ഞു, അത് പറ്റില്ല, അച്ഛനൊക്കെ അറിഞ്ഞ പ്രശ്നമെന്ന് പറയാം. അതെ വന്നില്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് കയറി വരും. അവസാനം നന്ദുവിന് സമ്മതിക്കേണ്ടി വന്നു. നന്ദു പറഞ്ഞു, അതെ നാളെ നടക്കാൻ വരുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ നീ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസത്തിനായിട്ട് കാത്തിരിക്കുവാണ് അനി. അങ്ങനെ പിറ്റേ ദിവസം എത്തിക്കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ അനി നടക്കാനായിട്ട് പോവാണ്. അനി നടക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ നന്ദു അങ്ങോട്ട് വന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദുവിന് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. അനി പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നയനേച്ചിയോട് തുറന്നു പറയാനായിട്ട്, നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാന്ന്. ഇത് നയനേച്ചി അറിയുവാണെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയണം. പക്ഷെ നന്ദു പറഞ്ഞില്ല, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനേച്ചി ഒരിക്കലും സമ്മതിക്കത്തില്ല. അത് മാത്രമല്ല ഇനി
എന്നെ ഇങ്ങനെ വിളിക്കരുത്, എന്നെ കണ്ടുണ്ടെങ്കിൽ സംസാരിക്കാനും ശ്രമിക്കരുത്, പറഞ്ഞു കേട്ടല്ലോ. അതുകൊണ്ട് ഇനി മേലെ എന്നെ വിളിക്കുകയോ സംസാരിക്കുകയും ചെയ്യരുത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അനിയുടെ കല്യാണമെന്ന് പറയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയന എന്നോട് വരുന്നത്. നയന രാവിലെ വന്നായിരുന്നു, നടക്കാണ്ട് നയന വന്നായിരുന്നു. ആ സമയത്താണ് അനിയും നന്ദുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത്. പെട്ടെന്ന് ഇതെന്താ ഇവർ ഇത്ര കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ട്, നന്ദുവിന് മുഖമൊക്കെ മാറുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നയന പതുക്കെ അങ്ങോട്ട്, നയനെ അവർ കണ്ടില്ല, അങ്ങനെ ചെല്ലുമ്പോഴാണ് ഇവർ തമ്മിലുള്ള സംസാരം എല്ലാം കേൾക്കുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, അവർ തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യം. അപ്പൊ ഇതായിരുന്നു നന്ദുവിന്റെ മനസ്സിലുണ്ടായിരുന്നേ. എനിക്കും ഇതായിരുന്നു കല്യാണം വേണ്ടെന്ന് വെച്ചാൽ. എന്റെ ഭഗവാൻ, ഇനിയിപ്പോ എന്ത് ചെയ്യുന്നോർത്ത് നയന ആ പാടെ വിഷമത്തില്ല. പക്ഷെ നയന അവരുടെ അടുത്തേക്ക് പോവോ ഇതിനെക്കുറിച്ച് ചോദിക്കുകയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ തകർന്ന മനസ്സോടുകൂടിയാണ് നയന വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ജലജ മുറ്റത്ത് ചെടികൾക്കൊക്കെ, ജലജയല്ല കനകമുറ്റത്ത് ചെടികൾക്കൊക്കെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് കനകയുടെ അടുത്തേക്ക് നയന വരുന്നു. അപ്പൊ കനയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാന്നുള്ള കാര്യം നയനയ്ക്ക് മനസ്സിലായി. കാരണം നന്ദുവായിട്ടുള്ള സംഭാഷണത്തിൽ നിന്ന് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. നന്ദു അനിയും തമ്മിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ തന്നെ. പിന്നീട് കനകയുടെ അടുത്തുകൊണ്ട് പറഞ്ഞു, എനിക്ക് കാര്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. എന്താ നിനക്കിപ്പോൾ എന്താ നമ്മളെ സംസാരിക്കാനുള്ളത്? എനിക്ക് നന്ദുവിനെ കുറിച്ചാന്ന് പറയണം. അത് കേട്ടതും കനയ്ക്ക് വല്ലാത്ത ടെൻഷനായി. അല്ല അമ്മ എന്നെ ഒന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. എന്ത് മറച്ചു വെക്കാൻ? ഞാനൊന്നും മറച്ചു വെക്കുന്നില്ലെന്ന് പറയാ. സത്യം പറ, അമ്മ കള്ളം പറയല്ലേ. നന്ദു അനിയും തമ്മിൽ ഇഷ്ടത്തിലാണോ അമ്മയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും കനക ഒരു നിമിഷം ഞെട്ടി തിരിച്ചു. മോളെ, ഞാനിത് കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാം അമ്മയ്ക്ക് ഇത് അറിയായിരുന്നു. എന്നിട്ട് അമ്മയും അച്ഛനും കൂടെ ഞങ്ങൾ എന്നിൽ നിന്ന് അത് മറച്ചു വെച്ചല്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ മോളെ, അമ്മ എന്തിനമ്മ എന്നിൽ നിന്ന് മറച്ചു വെച്ചേ? ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട് പോലും. അല്ല അമ്മ ഇത് എന്നാ അറിഞ്ഞേ? എന്നിട്ട് എന്താ അമ്മ എന്നോട് ഒരു വാക്ക് പോലും പറയായിരുന്നെന്ന് ചോദിക്കണം. അല്ല മോളെ, ഞാൻ കുറച്ച് നാളായുള്ളൂ ഇത് അറിഞ്ഞിട്ട്. എന്നിട്ട് എന്താ അമ്മ ഇങ്ങനെ? നന്ദു എന്നാ ഇങ്ങനെയായി പോയത്? ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ല, എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലമ്മേ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കനകനെ കെട്ടിപ്പിടിച്ച് നയനെ പൊട്ടിക്കരയുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോ നയനെ അറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നന്ദുവിനെ അനിയും തമ്മിൽ ഒന്നിപ്പിക്കാണ്ട് ശ്രമം നടത്തുമോ, അതോ ഇനിയിപ്പോ നന്ദുവിനെ പറഞ്ഞ് മനസ്സിലാക്കുമോ അറിയത്തില്ല. അപ്പൊ ഫുൾ വിശേഷം വന്നാലും നമുക്ക് അറിയത്തുള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.